പക്ഷേ റഷ്യക്ക് ഓക്കെ, റഷ്യയുടെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ അങ്ങനെ കൂടുതൽ അങ്ങ് കയറി അങ്ങ് അമേരിക്കയെ പോലെ അങ്ങ് കയറി ബേസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓയിൽ എടുത്ത് വിൽക്കാനായിട്ടുള്ള റഷ്യൻ കമ്പനീസ് അങ്ങനെ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ അമേരിക്ക എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു ഇതുപോലെ ഒരു ഇത് ഉണ്ടെങ്കിൽ അവിടെ കയറി അങ്ങ് മേഞ്ഞ് മെഴുകി അവിടെ അവൻ്റെ കമ്പനി കൊണ്ട് നട്ട് അവിടെ നിന്ന് മൊത്തം ഊറ്റിയെടുത്ത് ലോകത്ത് കൊണ്ട് വിറ്റ് അവിടെ കാശുണ്ടാക്കി. ഇതാണ് അമേരിക്ക കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഡയമണ്ട് ഖനികളിൽ ഡയമണ്ട് തീർന്നപ്പോൾ അവന്മാർ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ഈ അഫ്ഗാനിസ്ഥാനെ സ്നേഹിച്ചുകൊണ്ടൊന്നുമല്ലല്ലോ അവന്മാർ അവിടെ നിന്നത്. മാത്രമല്ല ഗൾഫ് കൺട്രീസിലൊക്കെ പിടിമുറുക്കിയിരിക്കുന്ന അമേരിക്കൻ കമ്പനീസ് എന്തിനാണ് അവന്മാർ പിടിമുറുക്കിയിരിക്കുന്നത്? എണ്ണ കച്ചവടം ഡോളറിൽ കൊണ്ടുവന്നാലേ അമേരിക്കയ്ക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ അമേരിക്കയ്ക്ക് അങ്ങനെ ഡോളറിന് തത്തുല്യമാകുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള സ്വർണവും അങ്ങനെ യാതൊരു തേങ്ങയില്ല അവിടെ. ഒരു തേങ്ങയില്ലാതെ അമേരിക്കൻ ഡോളർ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത് അതും ഈ എണ്ണ കച്ചവടം കൊണ്ട് മാത്രമാണ് അമേരിക്കൻ ഡോളർ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇറാൻ